ഹലോ കിസാൻ്റെ ഹൗസിലേക്ക് സ്വാഗതം. നമ്മുടെ വീട് നമ്മുടെ ട്രിവാൻഡ്രത്ത് നിന്ന് നമ്മൾ തഞ്ചാവൂർ പോകുന്ന അവിടുത്തെ ഒരു കാഴ്ചയും കാര്യങ്ങളൊക്കെയാണ്. തഞ്ചാവൂർ പോയത് നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്നും നമ്മൾ തിരുച്ചിറപ്പള്ളിയിലേക്ക് ഈ ഒരു ട്രെയിനിലാണ് നമ്മൾ പോയത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 196 രൂപയാണ്. ഇത് വന്നിട്ട് നമ്മൾ ട്രിവാൻഡ്രം ടു തിരുച്ചിറപ്പള്ളി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ്. ഇത് രാവിലെ 11:30-ക്കാണ് ഇത് ഇവിടെ നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. തിരുച്ചിറപ്പള്ളിയിൽ ഏതാണ്ട് ഒരു 7:30-7:40 ആകുമ്പോഴത്തേക്ക് നമുക്ക് തിരുച്ചിറപ്പള്ളി എത്തുന്നതായിരിക്കും. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് യാത്ര തുടങ്ങിയപ്പോൾ തന്നെ നല്ലൊരു കാഴ്ചയും കാര്യങ്ങളൊക്കെയാണ്. ഇപ്രാവശ്യം നമ്മൾ കാണുന്ന ഒരു ഇന്ത്യൻ സീരീസാണ്. അത് നമ്മുടെ ഇന്ത്യ കംപ്ലീറ്റ് നമ്മളൊരു ട്രാവൽ പോലെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു കാഴ്ചയും കാര്യങ്ങളൊക്കെയാണ്. നമ്മളിപ്പോൾ ആദ്യമായിട്ട് പോയത് നമ്മൾ തമിഴ്നാട്ടിലേക്കാണ്. അതിൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി വരും സീരീസിലേക്ക് നമ്മൾ നോർത്ത് ഇന്ത്യയും അതിൻ്റെ ട്രിപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവരും മാക്സിമം ഇതൊക്കെ കാണാൻ ശ്രമിക്കുക. എന്നിട്ട് ഈ യാത്രയിൽ നമ്മൾ തിരുച്ചിറപ്പള്ളി എത്തിയതിന് ശേഷം രാത്രി 11 മണിക്ക് തിരുച്ചിറപ്പള്ളി ടു തഞ്ചാവൂർ വേറൊരു ട്രെയിനുണ്ട്. നമ്മൾ ആ സി ക്ലാസ്സാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ കയറുമ്പോൾ പറയാം. തിരുച്ചിറപ്പള്ളി ടു തഞ്ചാവൂർ ഏതാണ്ട് ഒരു 3/4 മണിക്കൂർ യാത്ര മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ മധുരയിൽ ഇറങ്ങാൻ നോക്കിയപ്പോഴത്തേക്കും മധുരയിലുള്ള സീറ്റൊന്നും കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ തിരുച്ചിറപ്പള്ളി ഇറങ്ങിയിട്ട് നമ്മൾ തഞ്ചാവൂരിലേക്ക് പോകുന്നത്. നമ്മളീ പോകുന്ന വഴിക്ക് തന്നെ നമുക്കിവിടെ ഇഷ്ടം പോലെ കുറേ വിൻഡ് മിൽസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ നിന്ന് കാണാവുന്നതാണ്. ഇതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുക തന്നെ നമ്മളിവിടെ മധുര ജംഗ്ഷനിലെത്തി. നല്ല പെട്ടെന്നായിരുന്നു മധുര ജംഗ്ഷനിലെത്തിയത്. ഇവിടെ നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ട് ട്രെയിൻ എടുക്കുമ്പോഴത്തേക്കും നമുക്കിവിടെ വൈഗാ റിവർ കാണാം. വൈഗാ റിവർ ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് തന്നെ. നല്ലൊരു കിടിൽ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് നമുക്കിനി അടുത്ത് പോകുന്ന സ്റ്റേഷൻ പറയുമ്പം കൊടൈക്കനാൽ റോഡിൽ നിന്നാണ്. കൊടൈക്കനാലിൽ ഈ വഴിയാണ് നമ്മൾ കൊടൈക്കനാലിൽ പോകുന്ന ആ ഒരു കാഴ്ചകളും കാര്യങ്ങളൊക്കെ. അങ്ങനെ വൈകുന്നേരം 6:30 ആയപ്പോഴത്തേക്ക് നമ്മൾ കൊടൈക്കനാൽ റോഡിൽ നിന്ന് നമ്മളത് പാസ് ചെയ്ത് നമ്മൾ ഇനി അടുത്തിന് പോകുന്നത് തിരുച്ചിറപ്പള്ളിയിലേക്കാണ്. അങ്ങനെ നമ്മൾ ട്രെയിൻ തിരുച്ചിറപ്പള്ളി ലക്ഷ്യമാക്കി യാത്ര തുടങ്ങി. ഇവിടെ നിന്ന് ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂറിനകത്ത് നമ്മൾ തിരുച്ചിറപ്പള്ളി എത്തുന്നതായിരിക്കും. അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടായിരിക്കും നമ്മളിനി ഇവിടെ നിന്ന് തഞ്ചാവൂർ രാത്രി 11 മണിക്കുള്ള ട്രെയിനിൽ പോകുന്നത്. കറക്റ്റ് ഒരു 7:45 ആയപ്പോഴത്തേക്ക് നമ്മൾ ആ ട്രെയിൻ തിരുച്ചിറപ്പള്ളിയിലേക്ക് എത്തിയിരിക്കുകയാണ്. തിരുച്ചിറപ്പള്ളിയിൽ പ്ലാറ്റ്ഫോം നമ്പർ 2-ലാണ് നമ്മുടെ ട്രെയിൻ എത്തിയിരുന്നത്. ഇവിടെ നിന്ന് നമ്മൾ ഇനി ഒരു 11 മണി വരെ നമുക്കിവിടെ വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് വന്നിട്ട് ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ വെളിയിലേക്ക് ഇറങ്ങി. ഇവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെ തിരുച്ചിറപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു മെയിൻ കാഴ്ച ഇതാണ്. ഇതിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പം ലെഫ്റ്റ് സൈഡിൽ തന്നെ നമുക്കിവിടെ ഒരു വലിയൊരു ഹോട്ടൽ കാണാം. ഇവിടെ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കാണാം. ആനന്ദ് ഭവനാണ് റെസ്റ്റോറൻറ്റ് പേര്. ഞാനിവിടെ നിന്ന് ഒരു നെയ്റോസ്റ്റ് വാങ്ങിച്ച് കഴിച്ചു. നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. നെയ്റോസ്റ്റും ഒരു കോഫിയാണ് വാങ്ങിച്ച് കഴിച്ചത്. അത് ഓർഡർ ചെയ്തിട്ട് ഞാനിവിടെ ഇരിക്കുന്ന കാഴ്ചയാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് 10:30 ആയപ്പോഴത്തേക്ക് നമ്മൾ തിരുച്ചിറപ്പള്ളി ടു തഞ്ചാവൂർ പോകുന്ന ട്രെയിൻ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിലുണ്ടായിരുന്നു. തിരുച്ചിറപ്പള്ളി ടു തഞ്ചാവൂരുള്ള ട്രെയിൻ ടിക്കറ്റ് വന്നിട്ട് 193 രൂപയാണ്. ഞാൻ ബുക്ക് ചെയ്തത് സ്ലീപ്പർ ടിക്കറ്റാണ്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അകത്ത് കയറിയപ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയത് അപ്പർ ബർത്തായിരുന്നു. ഇവിടെ ഒരു 3/4 മണിക്കൂർ യാത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ എന്നാലും ഇത്തിരി കുറച്ച് നേരം കിടന്നൊക്കെ പോകാമെന്ന് വിചാരിച്ചാണ് ഈ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. 3/4 മണിക്കൂറിന് യാത്രയ്ക്ക് ശേഷം നമ്മൾ തഞ്ചാവൂർ ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ കറക്റ്റ് 11:45-ലാണ് നമ്മൾ തഞ്ചാവൂർ ജംഗ്ഷനിലെത്തി. നമ്മളിവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമുക്കിനി വരുന്ന കാഴ്ചകളൊക്കെ നമ്മുടെ തഞ്ചാവൂരിലുള്ള പ്രധാനപ്പെട്ട കുറേ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ ഇന്ന് വരുന്ന ചാനലൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം കാണാൻ ശ്രമിക്കുക. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്കപ്പോൾ അടുത്ത വീഡിയോ കാണാം.